ഏറ്റവും പ്രിയപ്പെട്ട രാമനുണ്ണി, നയൻതാര, ഹരിദാസൻ മാഷ്, അങ്ങേയറ്റം ആദരണീയനായ ഞങ്ങളുടെ സെക്രട്ടറി CP അബൂബക്കർ മാഷ്, സജീന്ദ്രനടക്കം ഓരോ ആളുകളെ എനിക്ക് പേരെടുത്ത് പറയാവുന്ന ആളുകളാണ് സദസ്സിലുള്ളത്. എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണം. ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. എനിക്ക് പതിവില്ലാത്തൊരു ലജ്ജയും സങ്കോചവും തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഒട്ടും ലജ്ജയില്ലാത്ത ആളായിട്ടാണ് ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. ഉളുപ്പില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഇതുവരെയൊക്കെ എത്തിയത്. പക്ഷെ ഇന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു വഷളത്തരം പോലെ തോന്നുന്നു. എന്നെക്കുറിച്ച് പറയണ്ടേ, അതൊരു പരിമിതിയാണ് വാസ്തവത്തിൽ. എനിക്ക് മറ്റുള്ളവരെക്കുറിച്ച് എത്ര വേണമെങ്കിലും പറയാൻ പറ്റും. രാമനുണ്ണി ഒരുപാട് ഉദാരമായിട്ട് പറഞ്ഞു. രാമനുണ്ണി എൻ്റെ ജ്യേഷ്ഠനാണ് പ്രായം കൊണ്ടെങ്കിലും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ 80കളിൽ എടപ്പാളിൽ നിന്ന് ചാത്തനാത്ത് അച്ചുണ്ണി മാഷും രാമനുണ്ണിയും ഞാനും സുരേന്ദ്രനും രാമേന്ദ്രനൊക്കെ കൂടി സുദക്ഷിണ എന്നൊരു മാസിക പുറത്തിറക്കിയിരുന്നു. കുറച്ചു കാലം അത് ഇറങ്ങി. അന്നൊക്കെ രാമനുണ്ണിയുടെ വീട്ടിൽ സ്ഥിരമാണ്. അന്നാണ് രാമനുണ്ണിയുടെ അമ്മ എൻ്റെ അമ്മയെപ്പോലെ ആയിരുന്നു. രാമനുണ്ണിക്ക് ഒരു മകനേ ഉള്ളൂ അമ്മയ്ക്ക്. അപ്പം വലിയ കാര്യമാണ്. എന്നോട് രാമനുണ്ണിക്ക് പെണ്ണന്വേഷിക്കാൻ കാര്യമായി ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ രാജിയെ ഞാൻ കണ്ടുപിടിച്ചതല്ല. ഞാൻ കണ്ടുപിടിച്ച ആളെ കിട്ടിയില്ല. എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അന്ന് മുതൽക്ക് അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ പൊന്നാനിക്കാരായ എഴുത്തുകാർക്ക് തമ്മിലുള്ളത്. ഞാൻ ഈ പൊന്നാനിയിലെ ആലങ്കോട് എന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്ന് 15 ദിവസത്തിൽ കൂടുതൽ ഒരു നാട്ടിലേക്കും പോയിട്ടില്ലാത്ത ആളാണ്. പോകും. ഏറ്റവും നീണ്ട വിദേശയാത്ര 15 ദിവസമാണ്. അത് ഗുവാഹട്ടിയിലേക്ക് പോയപ്പോൾ തീവണ്ടിയിലാണ് പോയത്. അങ്ങനെ 16ാമത്തെ ദിവസം തിരിച്ചു പോകും. ബാക്കിയൊക്കെ ആലങ്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ അട്ടാവട്ടത്തിൽ ജീവിച്ച ഒരാളാണ്. എനിക്കെങ്ങനെ സാഹിത്യമുണ്ടായി എന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. എൻ്റെ വീട്ടിൽ പരമ്പരയായിട്ട് സാഹിത്യകാരന്മാരാരുമില്ല. എൻ്റെ അമ്മമ്മയ്ക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിക്കും സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അമ്മ ESLC പാസ്സായി. അമ്മയ്ക്ക് വായിക്കാൻ പുസ്തകം എടുത്തു കൊടുക്കലും. അച്ഛൻ ഒരു പ്രസ് തൊഴിലാളിയായിരുന്നു. പഴയ പ്രസ്, ചവിട്ടിയടിക്കുന്ന പ്രസ്സിൻ്റെ ട്രിഡൽ മെഷീൻ ഫിറ്ററും മെക്കാനിക്കും കമ്പോസിറ്ററും പ്രിൻ്ററും ഒക്കെ ആയിരുന്നു. അപ്പം അച്ഛൻ അവിടെ പ്രസ്സിലടിക്കണ സകല പുസ്തകത്തിൻ്റെ ഒരു കോപ്പി വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെയാണ് എൻ്റെ സാഹിത്യ വായന തുടങ്ങുന്നത്. പിന്നെ എൻ്റെ അമ്മാമ്മമാരൊക്കെ വെളിച്ചപ്പാടുമാരായിരുന്നു. അയ്യപ്പൻ വിളക്ക് യോഗം എന്ന് പറഞ്ഞിട്ടൊരു, അവിടെയൊക്കെ ഉണ്ടോയെന്നറിയില്ല. അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ ആ യോഗം എൻ്റെ തറവാട്ട് വകയായിരുന്നു. അതിൽ 3 അമ്മാവന്മാർ, അയ്യപ്പൻ വെളിച്ചപ്പാട്, ഭഗവതി വെളിച്ചപ്പാട്, വാവര് വെളിച്ചപ്പാട്. ഒരേ തറവാട്ടിൽ തന്നെ അമ്മാവനും മരുമകനും അയ്യപ്പനും വാവരുമായിട്ട് വെളിച്ചപ്പെട്ടിരുന്ന വെളിച്ചപ്പാടുമാർ. എൻ്റെ മതേതര ജീവിതം ഒരു വീട്ടിൽ അയ്യപ്പനും വാവരും ഉണ്ടായിരുന്ന തറവാട്ടിൽ ജനിച്ച ആളായതുകൊണ്ടാണ് എനിക്കൊരു മതേതര ജീവിതം ഉണ്ടെങ്കിൽ അതുണ്ടായത്. അത് പുസ്തകം വായിച്ചുണ്ടായതല്ല. പാരമ്പര്യ വഴിക്ക് ഞാനൊരു വെളിച്ചപ്പാടാവേണ്ട ആളാണ്. ഇപ്പോഴും വെളിച്ചപ്പാടാണ്, വാളില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പാരമ്പര്യം. വെളിച്ചപ്പെടാൻ നിയുക്തനായ ഒരാളാണ്. പിന്നെ ഇപ്പോൾ കവിത എവിടെ നിന്നുണ്ടായി എന്ന് വലിയ മുത്തശ്ശി അത് സന്ധ്യാനാമം ചൊല്ലുക എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോൾ നാമം ചൊല്ലുന്ന കൂട്ടത്തിൽ ഗുണഘോഷ്ടം പഠിക്കും. മനപ്പാടം ഒക്കെ അന്ന് അവിടെ ആയിരുന്നിട്ടാണ്. അപ്പോൾ മുത്തശ്ശി, സ്കൂളിൽ പോകാത്ത മുത്തശ്ശി കുറേ ശ്ലോകങ്ങളീ സന്ധ്യാനാമത്തിൻ്റെ കൂടെ, കുംഭീന്ദ്രൻ പോയി ത്രികുടാചല സരസി മുദ പണ്ട ഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ പിടിച്ചം മുതല കടിവിടാൻ 1000 അന്നേരം പോന്നു വന്നാൻ ഹരരിപു ഗരുഡാരൂഢനായി ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്ന കരിവരനഥ സായുജ്യമേകി മുകുന്ദൻ. അങ്ങനെയുള്ള ശ്ലോകങ്ങൾ. തൃച്ചംബരത്ത് പെരുമാൾക്ക് ചെറുപ്പമെന്നങ്ങ് ഉച്ചേറി വിളിച്ചു പറയുന്നത് ലോകരെല്ലാം വിശ്വം ചമയ്ക്കും ഉടനെ അത് കാത്തഴിക്കും വിശ്വൈകനാഥന് കളിപ്പുര എന്ന പോലെ കുറേ ശ്ലോകങ്ങൾ ചെറുപ്പത്തിൽ ചൊല്ലിപ്പടിച്ചു. പിന്നെ അയ്യപ്പൻ പാട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കേട്ടിട്ടുണ്ട്. അമ്മാമാരൊക്കെ പാട്ടുകാരെ. എനിക്ക് കുറേ അയ്യപ്പൻ പാട്ട് അറിയാം. ഉടുക്കും കൊട്ടാൻ അറിയായിരുന്നു കുറേശ്ശെ. അങ്ങനെ അതൊക്കെ മാത്രമേ കൈമുതലായിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ചെറുപ്പം മുതൽ ഞാൻ കവിത എഴുതി പോന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ അധ്യാപകരൊരു കാരണമാണ്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മാഷുണ്ടായിരുന്നു, MT കുട്ടികൃഷ്ണമേനോൻ മാഷ്. MTയുടെ കുടുംബക്കാരനാണ്. നല്ല കവിയായിരുന്നു. അപ്പോൾ ഈ എന്തും ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. പാടാൻ പറഞ്ഞാൽ പാടും, ചാടാൻ പറഞ്ഞാൽ ചാടും, എന്തും ചെയ്യും. അതുകൊണ്ട് മാഷ് ഈ ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകി, വാഴക്കുല, അതൊക്കെ എന്നെക്കൊണ്ട് വായിപ്പിച്ച് ക്ലാസ്സിൽ ചൊല്ലിക്കും. അതാണ് ആദ്യത്തെ ഒരു പരിശീലനം. 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു കവിത എഴുതിയത് ഞാൻ ഈ കോവിഡ് കാലത്ത് തപ്പിപ്പിടിച്ചു. അന്ന് ഈ അർത്ഥപുസ്തകത്തിൻ്റെ പിന്നിലാണ് എഴുതി വയ്ക്കുക. സ്വന്തമായിട്ട് പുസ്തകം വാങ്ങാനൊന്നും വീട്ടിൽ നിന്ന് വേറെ പൈസ കിട്ടില്ല. അപ്പോൾ അർത്ഥപുസ്തകത്തിൻ്റെ പിന്നിൽ എഴുതി വെച്ചൊരു കവിത, വീരാർജുനൻ തൻ സത്യതപസ്സാലേകി ശിവനൊരു കാരണമിപ്പോൾ
കേട്ടാ ശിവനും പാർവതി താനും അറിഞ്ഞു മെല്ലെ ഈ സത്യ തപസ്. ഇത് 6ാം ക്ലാസ്സിൽ എഴുതിയതാണ്. അപ്പോൾ അന്ന് അങ്ങനൊരു തോന്നൽ കിരാതമാണ്. ഇത് കേട്ട കഥയാണ്, അയ്യപ്പൻ പാട്ട് എന്നൊക്കെ കേട്ട കഥയായിരിക്കും. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലെ അർത്ഥപുസ്തകത്തിൻ്റെ പിന്നിൽ കവിതകളിങ്ങനെ തോന്നിയതൊക്കെ എഴുതി വയ്ക്കും. അപ്പം അന്ന് ഞങ്ങളെ പുതിയൊരു മാഷ് മലയാളം പഠിപ്പിക്കാൻ വന്നു. മാഷ് ഏറ്റവും മുമ്പിലിരിക്കുന്ന കുട്ടിയായതുകൊണ്ട് എൻ്റെ പുസ്തകം എടുത്തിട്ട് മറിച്ച് നോക്കി, ഏതുവരെ പഠിപ്പിച്ചു എന്നറിയാൻ, അർത്ഥം ഏതുവരെ എഴുതിയെന്നറിയാൻ വേണ്ടി നോക്കിയത്. മാഷ് പുസ്തകം തിരിച്ച് മറിച്ചതുകൊണ്ട് ഞാൻ എഴുതി വെച്ച ഈ തോന്നിയാക്ഷരങ്ങളൊക്കെ കണ്ടുപെട്ടു. അതിങ്ങനെ കുറച്ച് നേരം വായിച്ചിട്ട് ഇതെന്താ അതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും എനിക്കാകെ പേടിയും പരിഭ്രമമൊക്കെ ആയി. മാഷ് അടച്ചു വെച്ചിട്ട് പറഞ്ഞു, സ്റ്റാഫ് റൂമിലേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുട്ടികളൊക്കെ പറഞ്ഞു, ലീലാകൃഷ്ണൻ പുതിയ മാഷേന്ന് അടി കിട്ടാൻ പോവുകയാണ്, തോന്നിയത് എഴുതി വെച്ചതെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു അടി പ്രതീക്ഷിച്ച് ചെന്നു. ഒരു പരിചയമില്ലാത്ത മാഷാണ്. മാഷ് ചോദിച്ചത് എന്താ അത്, ഇതെന്തിനാ അതൊക്കെ എഴുതണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ ചെയ്യില്ല മാഷേ. അപ്പോൾ മാഷ് ഉറക്കെ ചിരിച്ചു, എടോ ഇത് താൻ തനിയെ തോന്നിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ചെയ്യണം, ഇത് കവിത ഇത് എന്ന് പറഞ്ഞു. ആ മാഷിൻ്റെ പേര് നടുവട്ടം രവീന്ദ്രൻ എന്നാണ്. ആ മാഷ് മരിച്ചിട്ടിപ്പോൾ 4 മാസമായിട്ടുള്ളൂ. മരിക്കുന്നത് വരെ എൻ്റെ പ്രിയ ഗുരുനാഥൻ. ഞാൻ മാഷെ പോയി കാണും. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിയോഗവശാൽ പോയി കാണാനിട വന്നു. മാഷാണ് അതിലൊരു കവിത 1-2 തിരുത്തലൊക്കെ വരുത്തി ഒരു അഡ്രസ്സ് തന്നു, ഇതിൽ അയച്ചു കൊടുക്കുക. ആ അഡ്രസ്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുഗതകുമാരി പത്രാധിപർ, തളിരുമാസിക, ജവഹർ ബാലഭവൻ, കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം. അതൊന്നും മറക്കാത്തതാണ്. അത് എഴുതി. ലക്കോട്ടിന് അന്ന് 15 പൈസയാണ് വില. 15 പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് കശുവണ്ടി പെറുക്കി വിറ്റ് ലക്കോട്ട് വാങ്ങി അയച്ചു കൊടുത്തു. മാഷ് പറഞ്ഞുകൊണ്ട് ചെയ്തു. പിന്നെ അതിനെപ്പറ്റിയൊക്കെ മറന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യയ്ക്ക് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ പോസ്റ്റ്മാൻ കൊണ്ട് തന്താന്ന് പറഞ്ഞിട്ടൊരു ആദ്യമായിട്ടൊരു മാസിക വീട്ടിലേക്ക് വരിക. അത് തുറന്നു നോക്കുമ്പോൾ അതിലുണ്ട് തുമ്പിയോട് എന്നെൻ്റെ കവിത. എം ലീലാകൃഷ്ണൻ ആലങ്കോട് എന്നാണ് അന്ന് പേര്. അതാണ് എൻ്റെ ആദ്യത്തെ കവിത. അന്ന് എനിക്ക് 11 വയസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 53 വർഷമായി. ആ നിലയ്ക്ക് കവിത അച്ചടിച്ചു വന്നിട്ട് 53 കൊല്ലമായി. അപ്പം അന്ന് മുതൽക്കാണ് കവിയായത്. അത് സ്കൂളിലൊക്കെ കവി എന്നുള്ള പേര് വന്നു. ആളുകൾ എന്നെ കവി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഉത്തരവാദിത്തമായി. അപ്പോൾ ഞാൻ വീണ്ടും എഴുതി. അപ്പം അന്ന് ഈ തളിരിലും പഴയ ഒരു പൂമ്പാറ്റ ഉണ്ടായിരുന്നു. പൈക്കോയുടെ പൂമ്പാറ്റയല്ല, PA വാര്യർ പ്രസിദ്ധീകരിച്ചിരുന്നൊരു പൂമ്പാറ്റ ഓർക്കുന്നുണ്ട്. വളരെ പഴയ പൂമ്പാറ്റ, മുയലിൻ്റെ കൗശലം, ജെന്നിങ്സ് കഥകളൊക്കെ ഉണ്ടായിരുന്ന ആ പൂമ്പാറ്റയിൽ ബാലയുഗത്തിൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൻ്റെ കുട്ടികളുടെ പങ്ക്തിയിലൊക്കെയാണ് ആദ്യകാലത്ത് കവിത എഴുതിയത്. 10ാം ക്ലാസ് വരെ അങ്ങനെ പോയി. കോളേജിൽ വന്നപ്പോൾ പിന്നെ കുറേ കൂടി തുറന്ന ആകാശങ്ങളുണ്ടായി. അതിനിടയ്ക്ക് എനിക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയ സംഘടനയുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ് ഞാൻ, പണ്ടും ഇന്നും. അത് മറച്ചു വെച്ചിട്ടില്ല. ഞാൻ ആദ്യം KSFലാണ് മെമ്പർഷിപ്പ് എടുത്തത്. അബൂബക്കർ മാഷ് SFIയുടെ നേതാവാവുന്നതിന് മുമ്പ് കേരള സ്റ്റുഡൻസ് ഫെഡറേഷനായിരുന്നു. 69 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച തുളസീദാസൻ പറഞ്ഞു, അവൻ്റെ അച്ഛൻ EMS എന്നറിയപ്പെട്ടിരുന്ന ഒരു സഖാവാണ്, പാവങ്ങളുടെ പാർട്ടിയാണ് KSF, നീ അതിൽ മെമ്പർഷിപ്പ് എടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ പാവങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ആളായതുകൊണ്ട് KSFൽ മെമ്പർഷിപ്പ് എടുത്തു. അതിൻ്റെ ഭാഗമായി ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ ആലങ്കോട് യൂണിറ്റ് സെക്രട്ടറിയായി 3 കൊല്ലം, 71, 72, 73. ആ കാലത്ത് ഓട്ടംതുള്ളലൊക്കെ എഴുതി അവതരിപ്പിക്കും. ഇപ്പോഴും ഓർമ്മയുണ്ട്. കരുണാകരനും പോലീസുകാരും കരുണാശൂന്യം പെരുമാറുന്നു എന്നൊക്കെയാണ് എഴുതിയിട്ട്. അന്ന് കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി. അപ്പോൾ അന്നും കവിതയെ കൊണ്ട് കരുണാകരനും പോലീസുകാരും കരുണാശൂന്യം പെരുമാറുന്നു എന്നൊക്കെ രാഷ്ട്രീയ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. 10ാം ക്ലാസ് വരെ അങ്ങനെ പോയി. കോളേജിൽ വന്നപ്പോൾ അന്ന് ജനകീയ സാംസ്കാരിക വേദിയുടെ ഒരു പ്രതാപകാലമാണ്. സ്വാഭാവികമായും ജനകീയ സാംസ്കാരിക വേദിയുടെ ഒരു പങ്കാളിയായി P. സുരേന്ദ്രൻ അന്ന് നക്സലൈറ്റാണ്. സുരേന്ദ്രൻ പറഞ്ഞു, ചാരു മജുംദാർ മറ്റന്നാൾ ചെങ്കോട്ടയ്ക്ക് മുകളിൽ ചെങ്കൊടി ഉയർത്തും. അതൊക്കെ വിശ്വസിച്ച് കുറച്ചു കാലം നടന്നു. കേണിച്ചിറ മത്തായി വധത്തോടുകൂടി അതിന്ന് പൂർണ്ണമായും പിൻവാങ്ങി. 1978 യുവകലാസാഹിതി അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു കവിതാ മത്സരം നടത്തിയപ്പോൾ അതിന് 1ാം സമ്മാനം കിട്ടിയത് എൻ്റെ കവിതയ്ക്കാണ്. അങ്ങനെ യുവകലാസാഹിതിയുമായി 1978 തുടർന്ന ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. NC മമ്മൂട്ടി മാഷ എന്ന ഒരു അത്ഭുത പ്രതിഭാസം പിടിച്ച് കൂടെ കൂട്ടിയതാണ്. എന്നെ പിടിച്ചതിൻ്റെ രക്ഷാധികാരിയാക്കി ആ പ്രായത്തിൽ തന്നെ കുറേ കാലം വൈസ് പ്രസിഡൻ്റായി. ഇപ്പോൾ യുവകലാസാഹിതിയുടെ പ്രസിഡൻ്റാണ്. മറ്റൊരു തമാശ, യുവകലാസാഹിതിയുടെ അവാർഡ് പോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങിയ കൊല്ലം ആദ്യം ദേശാഭിമാനി സ്റ്റഡി സർക്കിളായിരുന്നു. 81 അത് പുരോഗമന കലാസാഹിത്യ സംഘമായി. അവർ നടത്തിയ കവിതാ മത്സരത്തിലും എനിക്കാണ് 1ാം സമ്മാനം കിട്ടിയത്. അപ്പോൾ കവിതയാണ് എൻ്റെ വഴി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഇതൊക്കെ ആത്മകഥ പറഞ്ഞത്, ഇതല്ലാതെ എനിക്ക് വേറെ പറയാം. എൻ്റെ കവിതയെക്കുറിച്ച് ഞാൻ വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് കവിതയിലേക്ക് വന്നത്.
എന്ന് മാത്രമല്ല, കവിത ഇല്ലാത്ത കാലം ഉണ്ടായിട്ടില്ല. ഈ 53 കൊല്ലത്തിനിടയിൽ ഒരു പ്രചോദനം ഉണ്ടായ നിമിഷത്തിലൊക്കെ ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. കവിതയിൽ പാരമ്പര്യമോ നവീനതയോ ഒന്നും നോക്കാറില്ല. എൻ്റെ അകത്തെ ശബ്ദമാണ്, അന്തർനാദമാണ്. നമ്മൾ സിനിമയ്ക്ക് പണ്ടൊക്കെ സിനിമ ടാക്കീസിൽ പുറത്തേക്ക് പാട്ട് വയ്ക്കില്ലേ? പുറത്തേക്ക് പാട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ പാട്ട് അകത്തേക്ക് വെച്ചു എന്ന് പറയും. അങ്ങനെ അകത്തേക്ക് പാട്ട് വെച്ചാൽ സിനിമ തുടങ്ങുന്നതിന് ഇത്തിരി മുമ്പ് പാട്ട് അകത്തേക്ക് വയ്ക്കും. അപ്പോൾ അകത്തേക്ക് വെച്ച പാട്ടാണ് എൻ്റെ കവിത, പുറത്തേക്ക് വെച്ച പാട്ടാണ് എൻ്റെ പ്രസംഗം. അപ്പോൾ പ്രസംഗവും കവിതയും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം രണ്ടും പാട്ടാണെങ്കിലും പുറത്തേക്ക് വെച്ച പാട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ്, അകത്തേക്ക് വെച്ച പാട്ട് ആത്യന്തികമായി എന്നെ സന്തോഷിപ്പിക്കാനാണ്. എന്നെപ്പോലുള്ള മാനസികാവസ്ഥ ഉള്ളവരെ കൂടി സന്തോഷിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പുസ്തകമൊക്കെ വിറ്റു പോകുന്നത്. എൻ്റെ 5 കാവ്യപുസ്തകങ്ങളാണ് വന്നത്. അതൊക്കെ ഒന്നിലധികം പതിപ്പായി. ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ കവിതകൾ എന്ന പുസ്തകം 5 പതിപ്പ് വന്നു. DC ബുക്സ് വെറുതെ പുസ്തകം എടുക്കില്ല എന്നാണ് ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ആരോ കവിത വായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കവിതയുടെ പശ്ചാത്തലം. മറ്റൊന്ന്, എനിക്ക് പ്രഭാഷണവും സമാന്തരമായിട്ടുണ്ടായി. അതും സന്ദർഭവശാൽ സംഭവിച്ചാണ്. SSLC കഴിഞ്ഞ് പഠിക്കാൻ സൗകര്യമില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്ന കാലത്ത് നാട്ടിൽ കഥാപ്രസംഗം നടത്തി. അന്ന് കഥാപ്രസംഗം കേട്ട്, എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ആൾക്കാർ കഥാപ്രസംഗം കേൾക്കുക. ഞാൻ കഥാപ്രസംഗം പഠിച്ചിട്ടൊന്നുമില്ല, ഇതുപോലെ ഉളുപ്പില്ലായ്മയോട് ചെയ്തതാണ്. സാംബശിവൻ്റെയൊക്കെ കഥാപ്രസംഗം കേട്ട പരിചയം വെച്ച് NP ചെല്ലപ്പൻ നായരോടൊരു കഥ എടുത്ത് ഞാൻ തന്നെ പാട്ടെഴുതി, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത്, അതൊക്കെ എന്തും ചെയ്യാനുള്ളൊരു ധൈര്യമുണ്ട്, അത് അവതരിപ്പിച്ചു. അന്ന് അവിടുത്തെ ആളുകൾ, നാട്ടുകാരെ കൂടി 2 ഉറുപ്പിക 3 ഉറുപ്പികയൊക്കെ തന്ന് 69 ഉറുപ്പിക കിട്ടും. അന്ന് കോളേജിൽ ചേരാൻ 110 ഉറുപ്പിക വേണം ഫീസ് അടയ്ക്കാൻ. അപ്പോൾ ഞാൻ ഈ പൈസ കോളേജിൽ ചേരാനുള്ള മൂലധനമായിട്ട് തീരുമാനിച്ചു. പിന്നെ കുറച്ച് ആളുകൾ പൈസ സഹായിച്ചിട്ടാണ്, നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് കോളേജിൽ ചേർന്നത്. പിന്നെ പഠിച്ചത് കഥാപ്രസംഗം ചെയ്തിട്ടാണ്. 76 മുതൽ ഏതാണ്ട് 89 വരെ 1000-ഓളം വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചു. പ്രൊഫഷണൽ കഥകനായിരുന്നു. പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. 22ാമത്തെ വയസ്സിൽ സാംബശിവൻ സെക്രട്ടറിയും കടാമംഗലം പ്രസിഡൻറ്റുമായിരുന്ന കാലത്ത്. അപ്പോൾ സംഘടനാ പ്രവർത്തനം അന്നും ഉണ്ട്. ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയവും അതിൻ്റെ മാനവികതയുമാണ് എൻ്റെ രാഷ്ട്രീയം. അത് മറച്ചു വയ്ക്കാറില്ല. പക്ഷേ ഞാൻ ജനാധിപത്യപരമായ എല്ലാ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കാറുണ്ട്. അതിനകത്തൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു തൊഴുത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഒരു കക്ഷിയിലും അംഗത്വമില്ല. അതാണ് വേറൊരു കാര്യം. അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം. ഇത്രയൊക്കെ ഇപ്പോൾ ആമുഖമായിട്ട് പറയേണ്ടതുള്ളൂ. ഇപ്പോൾ ഈ കഥാപ്രസംഗത്തിൽ നിന്നാണ് പ്രസംഗിക്കാനുള്ള ഒരു പരിശീലനം കിട്ടിയത്. ഇപ്പോഴും ഒരുപക്ഷെ എൻ്റെ പ്രായത്തിൽ ഇത്രയേറെ സാംസ്കാരിക പ്രസംഗങ്ങൾ ചെയ്ത ആളുകളുണ്ടോ എന്ന് സംശയമാണ്. ഒരു ദിവസവും പ്രസംഗം ഇല്ലാതില്ല. ഇപ്പോൾ പ്രസംഗം ഇല്ലാതായാൽ എന്തെങ്കിലും കയ്യും കാലും വിറയ്ക്കുന്നൊരു അസുഖമായി. വൈകുന്നേരം ആയാൽ പ്രസംഗമില്ലെങ്കിൽ ഈ മദ്യപാനികളുടെ മാതിരിയാണ്, നിർത്താൻ പറ്റാതെ. ഒരു 13 ദിവസം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരുന്ന് എനിക്കറിയുള്ളൂ. പ്രസംഗിക്കാൻ മുട്ടി 2 തവണയാണ് എൻ്റെ പ്രസംഗം നിന്നുപോയത്. എൻ്റെ ശബ്ദം നിന്നു. പ്രസംഗിച്ച് ശബ്ദമില്ലാതെ, തീരെ ശബ്ദമില്ലാതെ, കാറ്റ് മാത്രമായി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു 2 മാസം വിശ്രമം വേണം. 29 ദിവസം വിശ്രമിച്ചപ്പോഴേക്കും സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. അപ്പോഴേക്കും ശബ്ദം കുറേശ്ശെ പുറത്തേക്ക് പോകും. അങ്ങനെ പ്രസംഗിച്ച് തുടങ്ങി. പ്രസംഗിച്ച് ശബ്ദം തിരിച്ചു കിട്ടി. അപ്പോൾ പ്രസംഗം ഞാൻ ആളുകളെ പീഡിപ്പിക്കുന്നുണ്ടാവാമെങ്കിൽ പോലും എനിക്കൊരു ആത്മസുഖമാണ്. അത് ഇനിയും തുടരും. കവിത പോലെ തന്നെ ഈ 2 പ്രവൃത്തി മരണം വരെ ഏതായാലും തുടരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം, ഇടതുപക്ഷം ഇല്ലാതായാലും ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം ഇടതുപക്ഷം ഇല്ലാതായാലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ. പിന്നെ പറയുന്നത് പോലെ നാട്ടുംപുറം ആയതുകൊണ്ട് അവിടെ പാവപ്പെട്ട മനുഷ്യർ അവരൊക്കെയാണ്. അന്നൊക്കെ എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ ഞാൻ നാടകത്തിൽ ചേർത്ത് നാടകം എഴുതി അവതരിപ്പിച്ചു. കല്ലുവത്തുകാരൻ താമു, നാട്ടുംപുറത്തെ എല്ലാവരെയും നാടകത്തിൽ അവതരിപ്പിച്ചു. ഞാൻ നാടകത്തിൽ പെൺവേഷക്കാരനായിരുന്നു. കണ്ടാൽ നല്ല സുന്ദരിയായിരുന്നു എന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പെൺവേഷം കണ്ടിട്ടില്ല. ഞാൻ ധാരാളം സ്ത്രീവേഷം കിട്ടി. കുറേ നാടകത്തിൽ അഭിനയിച്ചു, പലതും ചെയ്തു. പക്ഷേ കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിൽ ദിലീപിൻ്റെ കഥാപാത്രമുണ്ട്. കുഞ്ഞൻ എന്ന ആളുടെ പേര്. കുഞ്ഞൻ കൂനൻ പറയും, ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണ്. അതുപോലെ ഞാൻ എന്നെ വിളിക്കുന്നത് കവി എന്നാണ്. കവി ആവണം എന്നാണ് ആഗ്രഹം. ആയി എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാനൊരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ നല്ല കവിത എഴുതും. ഞാൻ നല്ല കവിതകൾ വായിക്കാറുണ്ട്. അതാണ് എൻ്റെ മാനദണ്ഡം. പൊന്നാനിക്കാരനാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരിൽ നിന്ന് കവിത ചൊല്ലിയതിന് ഒരു
സമ്മാനം വാങ്ങി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് തമാശ, കുഷ്ഠരോഗവാരാചരണ, പൊന്നാനി താലൂക്ക് കുഷ്ഠരോഗ നിർമ്മാർജ്ജന വാരാചരണത്തിൻ്റെ മത്സരത്തിനാണ് കവിത ചൊല്ലിയത്. അത് ഉദ്ഘാടനം ചെയ്ത് ഇടശ്ശേരിയാണ്. അന്ന് ഇടശ്ശേരിയുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങി. അപ്പോൾ ഇടശ്ശേരി കടവനാട് കുട്ടിക്കൃഷ്ണൻ ഉറൂബ്, എൻ്റെ ചെറുകഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഉറൂബാണ്. 78 ഉറൂബ് പത്രാധിപരായിരുന്ന മനോരമ ആഴ്ചപ്പതിപ്പിലാണ് ആ കഥ അടിച്ചു വന്നത്. അന്ന് എം ലീലാകൃഷ്ണൻ ആലങ്കോട് എന്ന പേരിലാണ് എഴുതിയിരുന്നത്. കഥ അച്ചടിച്ചു വന്നപ്പോൾ ആലങ്കോട് പോയി, എം ലീലാകൃഷ്ണൻ എന്ന് മാത്രമേ ഉള്ളൂ. വലിയ സങ്കടമായി. എൻ്റെ പേര് വന്നതിനേക്കാൾ വലിയ സങ്കടം എൻ്റെ നാട്ടുപേര് പോയതിലാണ്. അപ്പോൾ ഞാൻ ചെയ്തൊരു തന്ത്രമാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ തിരിച്ചാക്കി. അപ്പോൾ ലീലാകൃഷ്ണൻ പോയാലും ആലങ്കോട് ബാക്കിയാവും. ഇതൊക്കെ ഒരു കവികളുടെ ചില ബാലിശങ്ങളായ സ്വപ്നങ്ങളാണ്. ഇപ്പോൾ ആളുകൾ എന്നെ ആലങ്കോട് എന്നാണ് വിളിക്കുന്നത്. അതിലും സന്തോഷമുണ്ട്. കാരണം പേര് പോയാലും ഈ നാടിൻ്റെ പേര്, ആ നാട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ 15 ദിവസത്തിൽ കൂടുതൽ ആ നാട് വിട്ട് എവിടെയും പോയിട്ടില്ല. ഒരു തനി നാട്ടുംപുറത്തുകാരനാണ്. നാട്ടുംപുറത്തുകാരൻ്റെ എല്ലാ ദോഷങ്ങളും എൻ്റെ കവിതയിലുണ്ട്. കാരണം ഗ്രാമീണത, ഓണം, ഉണ്ണി പറഞ്ഞതുപോലെ ഓണം, ധാരാളം പൂക്കൾ, കുന്നുകൾ, പലതും ചേർന്ന ഒരു ഗ്രാമ പശ്ചാത്തലം. ഒരുപക്ഷെ കുഞ്ഞിരാമൻ നായർ എൻ്റെ കവിതയ്ക്കൊരു പ്രേരണയായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്. കുഞ്ഞിരാമൻ നായരെ ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. ഗുരുവായൂരമ്പലത്തിൻ്റെ ദീപസ്തംഭത്തിൻ്റെ മുൻപിൽ കണ്ണടച്ച് തൊഴുതു നിൽക്കുകയായിരുന്നു കവി. കവിയുടെ ആത്മകഥകൾ വായിച്ച അനുഭവം വെച്ച് ഞാൻ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വെറുതെ ആലോചിച്ചു, എന്ത് നേടി ജീവിതത്തിൽ? ചോദിക്കുന്നു നക്ഷത്രങ്ങൾ, എല്ലാം കൊടുത്ത് ഞാൻ നേടി കണ്ണുനീർ തുള്ളി. കവിയുടെ വരികയാണ്, എന്ത് നേടി ജീവിതത്തിൽ? ചോദിക്കുന്നു നക്ഷത്രങ്ങൾ, എല്ലാം കൊടുത്ത് ഞാൻ നേടി കണ്ണുനീർ തുള്ളി. ഒരു തുള്ളി കണ്ണുനീരിന് വേണ്ടി എല്ലാം കൊടുത്ത ഒരു ധൂർത്ത പുത്രനായി കുഞ്ഞിരാമൻ നായർ നടന്നു തീർത്ത വഴികളിലൂടെ പിന്നീട് നടക്കാൻ എനിക്ക് നിയോഗമുണ്ടായി. പിയുടെ പ്രണയപാപങ്ങൾ എന്ന പുസ്തകം അങ്ങനെ എഴുതിയതാണ്. നിളാനദിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റയ്ക്ക് പോക്കറ്റിലെ പൈസ ചെലവ് ചെയ്ത് ഭ്രാന്തമായി അലഞ്ഞ് തിരിഞ്ഞ് 10 കൊല്ലം കൊണ്ട് എഴുതി കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച് പൂർത്തിയാക്കിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് നിളയുടെ തീരങ്ങളിലൂടെ. അതേ കാലത്ത് കുറിയേടത്ത് താത്രി കഥാപാത്രമാണോ ചരിത്രമാണോ ഐതിഹ്യമാണോ എന്നറിയാത്ത ഒരു കാലത്ത് കുറിയേടത്ത് താത്രി എന്ന നിസ്സഹായയായ സ്ത്രീ സ്വന്തം ശരീരം ആയുധമാക്കിക്കൊണ്ട് പുരുഷാധിപത്യത്തിനെതിരായി നടത്തിയ ഒരു വലിയ സമരത്തെക്കുറിച്ച് ഒരുപക്ഷെ ആദ്യം ആ രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകം താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരം. ഉത്സവപ്പറമ്പുകളിൽ കഥാപ്രസംഗമായി നടന്ന കാലത്ത് ഹലുവ കച്ചവടക്കാർ, 6ാം നമ്പർ കച്ചവടക്കാർ, വളക്കച്ചവടക്കാർ, കഥകളിക്കാർ, ആനക്കാർ, വെടിക്കെട്ടുകാർ, ആനകൾ, തായമ്പക്കാർ, പഞ്ചവാദ്യക്കാർ, ഇങ്ങനെ എത്രയോ സുഹൃത്തുക്കളുടെ ഞാൻ ആ കാലത്ത് പരിചയപ്പെട്ടതാണ്. നമ്മുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മരിച്ചുപോയ തൃത്താല കേശവ പൊതുവാൾ, കുഞ്ഞികൃഷ്ണ പൊതുവാൾ, പല്ലശന പത്മനാഭമാരാർ, കല്ലേക്കുളങ്ങര അച്യുതമാരാർ, നിരളത്ത് രാമപ്പൊതുവാൾ, ആലിപ്പറമ്പ് ശിവരാമപ്പൊതുവാൾ, എണ്ണം പറഞ്ഞ കൊട്ടുകാർ, എണ്ണം പറഞ്ഞ ആനകൾ, നല്ല ആനക്കാർ, വെടിക്കെട്ട് ശങ്കരൻ നായർ പോലുള്ള ആളുകൾ, അവരൊക്കെ ചേർന്നൊരു ലോകമാണ് വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ. ആ വള്ളുവനാടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കഥകളാണ് കേരളീയ നാടോടി കഥകൾ. മനുഷ്യൻ സുന്ദരനാണ്, വിഷു കഴിഞ്ഞ പാഠങ്ങൾ, മനുഷ്യനെ തൊടുന്ന വാക്ക്, അങ്ങനെ കുറേ പുസ്തകങ്ങൾ ഞാൻ എഴുതി. MT 32 വർഷമായി രാമനുണ്ണിക്കറിയാം. വാസുവേട്ടൻ്റെ ഒരു ഭൂതഗണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അധികമൊന്നും വർത്തമാനം പറയില്ല. അദ്ദേഹത്തിൻ്റെ പുരികെ കൂടി ചലിക്കുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൂടെ നിന്ന ഒരാളെന്ന നിലയിൽ, ഒരു കയ്യാളായി നിന്ന ഒരാളെന്ന നിലയിൽ MTയെക്കുറിച്ചൊരു പുസ്തകമുണ്ട്. MT ദേശം, വിശ്വാസം, പുരാവൃത്തങ്ങൾ. വരുവിൻ കാണുവിൻ, അത് ഈ കേരളത്തിലെ പഴയ കലാരൂപങ്ങളെക്കുറിച്ചുള്ള ഒരു അനുഭവ കഥനമാണ്. ഇങ്ങനെ 20 പുസ്തകങ്ങൾ, പുസ്തകരൂപത്തിൽ 5 കാവ്യപുസ്തകങ്ങളടക്കം, 2 സമാഹരണങ്ങൾ, P. ഭാസ്കരൻ്റെ കാവ്യസമാഹാരവും ഗാനങ്ങളുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങളും ചങ്ങമ്പുഴ കൃതികളും. ഇതൊക്കെയാണ് ഞാൻ ഇതുവരെ എഴുതിയത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായി. ഞാൻ കഥാപ്രസംഗനായിരുന്ന കാലത്ത് മലബാറിൽ ഹിന്ദുസ്ഥാനി സംഗീതം പ്രചരിപ്പിച്ച അനേകം അവധൂതരായ സൂഫികളായ സംഗീതജ്ഞരെ അടുത്ത് പരിചയപ്പെട്ടു. ഉസ്താദ് ബിച്ചമ്മു, രാംറാവു മങ്കേഷ്കർ, അൻവർ ഖാൻ, അതൊക്കെ ബാബുരാജിൻ്റെ കൂടെ കൊണ്ടായിരുന്ന ആളുകൾ. അവരൊന്നും നേടിയില്ല. അൻവർ ഖാൻ ഉസ്താദ് ഞങ്ങളുടെ ക്ലബ്ബിൽ സ്ഥിരക്കാരനായിരുന്നു. ഒന്നാന്തരമായിട്ട് ഹാർമോണിയം വായിക്കും. അദ്ദേഹത്തിന് വീടും കൂടിയൊന്നുമില്ല. അങ്ങനെ തണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഒരിക്കൽ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ ഇയാളെ തീറ്റിപ്പോറ്റാൻ പറ്റാഞ്ഞ ഒരു കഥാപ്രസംഗം കഴിഞ്ഞ് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല, ഉസ്താദ് ഒന്ന് വീട്ടിൽ പോയി വന്നോളൂ. അപ്പോൾ ദയനീയമായി ഞങ്ങളെ നോക്കി. ഞങ്ങളുടെ ക്ലബ്ബായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്.
വേറൊരു വീടില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു, ഞങ്ങൾക്കറിയില്ലായിരുന്നു. അന്ന് പുലർച്ചയ്ക്ക് തൻ്റെ സന്തത സഹചാരിയായ ഒരു ഹാർമോണിയം പെട്ടി നെഞ്ചോട് അടക്കി പിടിച്ച് ചുമച്ച് ആ പഴയ കോണിപ്പടികൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉസ്താദെ സൂക്ഷിച്ചിറങ്ങണേ എന്ന് പതിവ് പോലെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ല. അദ്ദേഹത്തെ ഒഴിവാക്കുകയല്ലേ. അദ്ദേഹം പോയി. 2 വർഷം കഴിഞ്ഞ് കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുമ്പോൾ ചരമക്കുറിപ്പുകളുടെ അപ്രധാനമായ കോളത്തിൽ ഇങ്ങനെ വായിച്ചു: ഹാർമോണിസ്റ്റും തബലിസ്റ്റുമായിരുന്ന അൻവർ ഖാൻ പാളയത്തെ ബസ് സ്റ്റാൻഡിൽ മരിച്ചു. ഇങ്ങനെ പലരും അനാഥരായി മരിച്ചു. ഉസ്താദ് ബിച്ചമ്മു ഒരു ക്ലബ്ബിൽ കടന്ന് മരിച്ചു. രാംറാവു മങ്കേഷ്കർ താനൂർ ആശുപത്രി അനാഥനായി മരിച്ചു. കേരളത്തിലെ സമൂഹത്തെ ജനാധിപത്യത്തിലേക്കും പുരോഗതിയിലേക്കും നയിച്ച അനേകം നാടക കലാകാരന്മാർ, കവികൾ പോലും ഒരു പരിഗണനയും കിട്ടാതെ അനാഥരായിട്ടാണ് മരിച്ചുപോയത്. അവരൊക്കെ പാടി വളർത്തിയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിലെത്തിയപ്പോഴും അവരെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുമ്പോഴും ഈ ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പക്ഷത്തെ അധികാരത്തിലേറ്റാൻ ഉണർത്തിയ പൂങ്കോഴികളെപ്പോലെ പാടിയ അനേകം എഴുത്തുകാരും കലാകാരന്മാരും പെരുവഴിയിൽ അനാഥരായി മരിച്ചപ്പോൾ നമ്മൾ അവരോട് സ്നേഹം കാണിച്ചില്ല, കടപ്പാട് കാണിച്ചില്ല. ഇങ്ങനെ കുറേ പരാതികൾ ഉള്ളിൽ കൊണ്ടു നടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് യുവകലാസാഹിതിയിൽ വന്നത്. ഇപ്പോൾ യുവകലാസാഹിതിയുടെ ഒരുപാട് പ്രവർത്തകരോട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പലപ്പോഴും ചെയ്തത് അതാണ്. കാരണം കലാകാരൻ അനാഥനാണ്, ആത്മാവിൽ ദുഃഖിതനാണ്. അയാൾക്ക് വേണ്ടിയല്ല ദുഃഖം, മറ്റുള്ളവരുടെ ദുഃഖം. ഒരു പക്ഷിയെ കൊല്ലുന്നത് കണ്ടതുകൊണ്ടാണ് മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ച മിഥുനാദേകമവധി കാമമോഹിതം എന്ന കാവ്യമുണ്ടായത്. പക്ഷിയെ കൊല്ലുന്നത് കാട്ടാളന്മാരുടെ കുലവൃത്തിയാണ്. ഈ കവിയും കാട്ടാളനായിരുന്നു. കാട്ടാളനായിരുന്ന കാലത്ത് പക്ഷികളെയല്ല മൃഗങ്ങളെ കൊന്നിട്ടുണ്ടാവും. പക്ഷെ കവിപദത്തിലെത്തുമ്പോൾ, അതാണ് കവിപദം, ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നത് സഹിക്കുകയില്ല. കൊന്നവർക്കൊക്കെ കൊന്നതിന് ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷേ ഒരാളും ഒരാളെയും കൊല്ലാത്ത, വേദനിപ്പിക്കാത്തൊരു ലോകക്രമം ഉണ്ടാകണമെന്ന് കവിയുടെ മാനസികാവസ്ഥയുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നതാണ് എൻ്റെ ജീവിതത്തിലെ കാവ്യാഭിലാഷം. എനിക്ക് കവിയാകണമെന്നോ അവാർഡ് കിട്ടണമെന്നൊന്നും ആഗ്രഹമില്ല. എഴുതപ്പെട്ട വരികളേക്കാൾ ജീവിതം കൊണ്ട് ഒരു കവിത സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ? ഞാൻ എന്നെക്കുറിച്ച് അതിന് അവകാശവാദമൊന്നും പറയുന്നില്ല. ഇത്രയും കാലം ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോക്കുകൊണ്ടോ വിചാരം കൊണ്ടോ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. ആരെയും കൊല്ലാൻ എനിക്ക് സാധിക്കുകയില്ല. വീട്ടിലൊരു പാമ്പ് വന്നു, കിടക്കയിൽ കയറി. ഞാൻ കിടക്ക നിർത്തിയപ്പോൾ പാമ്പിനെ കണ്ടു, ഉറക്കം നിലവിളിച്ചു, പാമ്പ് പാമ്പ് എന്ന്. നല്ല പാമ്പാണ്, പത്തിയൊക്കെ ഉള്ള പാമ്പാണ്. അപ്പം എൻ്റെ മകൻ അന്ന് ചെറിയ കുട്ടിയാണ്. മകൻ വന്നു അടിക്കു വെച്ചാൽ അതിൻ്റെ പത്തിക്കുന്നു ഒരു വടി കൊണ്ടു. ഞാൻ വിറച്ചിട്ട് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് വിചാരിച്ചു അടിക്കാം? അത് പൊക്കോട്ടെ മോനെ, അതങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചൂ ചൂ എന്നൊക്കെ പറഞ്ഞാൽ ആട്ടി. അങ്ങനെ പുറത്തേക്ക് കിടക്കും. എൻ്റെ ഭാര്യ വന്ന് പറഞ്ഞാൽ എൻ്റെ പത്തിക്കടിക്കൂ, മണ്ണെണ്ണ ഒഴിക്കൂ, കൊല്ലാതെ വിടുകയാണോ എന്നൊക്കെ ചോദിച്ചു. നാട്ടുകാർ കൂടിയവരൊക്കെ പറഞ്ഞു. ആരെ അടിക്കാൻ സമ്മതിച്ചില്ല. ആ പാമ്പ് പൊക്കോട്ടെ, അതൊരു പാവല്ലേ എന്ന് വിചാരിച്ചു. അന്ന് ഞാനൊരു കവിത എഴുതി, പാമ്പിനെ കൊല്ലുന്നത് എങ്ങനെ. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു കൊല്ലാതിരിക്കാൻ ഞാൻ കവിത എഴുതും, മരിക്കാതിരിക്കാൻ ഞാൻ കവിത എഴുതും, വിരോധം തോന്നാതിരിക്കാൻ കവിത എഴുതും. അങ്ങനെ ഈ നാട്, നേരത്തെ ഉണ്ണി അർത്ഥപൂർണമായി പറഞ്ഞതുകൊണ്ട് പറഞ്ഞതുപോലെ, ഒരു പൂ കൊണ്ട് ആയുധത്തെ നേരിടാമോ എന്ന് വെറുതെ അന്വേഷിക്കാൻ. പക്ഷെ അതൊരു പരാജയമല്ലെന്നാണ് 64 വയസ്സ് പിന്നിട്ട ഒരു ജീവിതം കൊണ്ട് എനിക്ക് തോന്നുന്നത്. അത് സാധ്യമാണ്. സ്നേഹത്തിൻ്റെ ഒരു പ്രതിവ്യവസ്ഥ സാധ്യമാണ്. സ്നേഹിക്കാനുള്ളൊരു മനസ്സ് സജ്ജീകരിക്കാൻ സാധിച്ചാൽ കൊല്ലാതെ വേദനിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ എഴുത്ത് അതിനു വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെന്നെ അനുഗ്രഹിക്കണം. കാരണം ഈ വഴി മരണം വരെ കൊണ്ടുപോകാനും ഒരു അവാർഡും കിട്ടണമെന്ന് യാതൊരു ആഗ്രഹമില്ല. വേണമെങ്കിൽ അക്കാഡമിയുടെ എക്സിക്യൂട്ടീവ് സ്ഥാനം രാജിവെച്ചാൽ ഒരു അവാർഡൊക്കെ സംഘടിപ്പിച്ചെടുക്കാമായിരുന്നു. പക്ഷേ 8-9 കൊല്ലം അനവധി പേർക്ക് അവാർഡ് കൊടുത്തു. അതാണ് എൻ്റെ സൗഭാഗ്യം. കേരളത്തിൽ ഇത്രയേറെ, ഈ പ്രായത്തിൽ ഇത്രയേറെ അവാർഡ് കമ്മിറ്റികളിൽ ഇരുന്ന ആളുകളും വളരെ കുറവായിരിക്കും. എനിക്ക് ആർക്ക് കിട്ടുന്നതിൽ സന്തോഷമാണ്. അതുകൊണ്ട് എന്നെ ആളുകൾ കമ്മിറ്റിയിൽ വെക്കും. കാരണം ചില ആളുകൾ കമ്മിറ്റിയിൽ വെച്ചാൽ ഇന്നയാൾക്ക് കൊടുക്കരുതെന്നൊക്കെ പറയും. ഞാൻ ഒരാൾക്കും കൊടുക്കരുതെന്ന് പറയും. ആർക്ക് സമ്മാനം കിട്ടുന്നതിലും സന്തോഷമുള്ള ഒരാളാണ്. ഇതൊന്നും എന്നെക്കുറിച്ച് മഹത്വവൽക്കരിക്കാൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ പരിമിതി ഇതൊക്കെയാണ്. ഈ കാലത്ത് ഇങ്ങനെയും ജീവിക്കാൻ സാധ്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനിനി പറയുന്നില്ല, പറഞ്ഞാൽ ആത്മകഥ. ഇതിലേക്കിതാണ് വിഷമയ്യ. അവനവനെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ പൊങ്ങച്ചം വരും. അറിയാതെ ഞാൻ ഒരു മഹാനാണെന്ന് പറയാനുള്ള ഒരു അഭിവാഞ്ച മനുഷ്യ മനസ്സിൽ സ്വാഭാവികമാണ്.
ഞാൻ അച്ഛനെ ഓർക്കുന്നു, 2 അച്ഛന്മാരെ ഓർക്കുന്നു. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും ഇല്ല, 2 അമ്മമാരും മരിച്ചു. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തീർന്ന ഒരു ജീവിതമാണ്. മറ്റം എന്നൊരു എഴുത്തുകാരനെ പരിചയപ്പെട്ടു. അയാളന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അയാൾ കാട്ടാറും കന്യകയും എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ടെന്നും ആ പുസ്തകം ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ അയാൾ എൻ്റെ സഖി എന്നൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. മാത്യു മറ്റത്തെ നിങ്ങൾ പിന്നീട് അറിയും, മനോരമയിലൊക്കെ എഴുതിയിരുന്നാളാണ്. അപ്പോൾ മാത്യു മറ്റത്തെ അനുകരിച്ച് എൻ്റെ പെങ്ങൾ എന്ന് ഞാനൊരു നോവൽ എഴുതി. അപ്പോൾ അച്ഛൻ അത് അച്ചടിപ്പിക്കാൻ കൊണ്ടുപോയി. അച്ഛൻ പ്രസ്സുകാരനാണ്. അപ്പോൾ പ്രസ്സുകാർ പറഞ്ഞു, ഇതൊക്കെ അച്ചടിക്കണമെങ്കിൽ മമ്പ്യാരെ കുറേ പൈസ ചിലവുണ്ട്, ഇത് വെറുതെയാണ്, ഇത് അച്ചടിച്ച കാര്യമില്ല. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു വെച്ചാൽ കമ്പോസ് ചെയ്തിട്ട് പ്രൂഫ് മെഷീൻ എന്ന് പറയുന്ന സാധനം, ഒരു കോപ്പി പ്രൂഫ് എടുക്കാൻ പറ്റും. ആ നോവലിൻ്റെ ഒരു അധ്യായം അച്ഛൻ പ്രൂഫ് മെഷീനിൽ അടിച്ച് എനിക്ക് കൊടുന്ന് കാണിച്ചു. ഞാൻ ആദ്യമായി അച്ചടിച്ച് കണ്ട എൻ്റെ കൃതി കവിത ആ അച്ഛനിപ്പോൾ ഇല്ല. പിന്നെ മറ്റൊരു അച്ഛൻ്റെ ഭാര്യാപിതാവ് AC എരമംഗലം, AC നായരാണ്. അദ്ദേഹം എഴുത്തുകാരനായിരുന്നു. എൻ്റെ ഏറ്റവും മികച്ച കൂട്ടുകാരനും വിമർശകനും AC എരമംഗലായിരുന്നു. അച്ഛൻ മരിച്ചു. പിന്നെ മദറിലോ രാധാബായി ടീച്ചർ നല്ല കലാകാരിയായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നൊരു കുട്ടിയെ കിട്ടിയത് അതുകൊണ്ടാണ്. ഞാനിങ്ങനെ കഥാപ്രസംഗത്തിനൊക്കെ പോകുന്ന കാലത്ത് കഥാപ്രസംഗം കേൾക്കാൻ വന്നിരുന്നൊരു കുട്ടിയാണ്. കഷ്ടകാലത്തിൽ പെട്ടുപോയതാണ്. അങ്ങനെ കഥാപ്രസംഗം കേൾക്കാൻ വന്ന് അപ്പോൾ എൻ്റെ ആരാധികയാണെന്ന് തെറ്റിദ്ധരിച്ച് കൂടെ കൂട്ടിയതാണ്. 36 വർഷമായിട്ട് 37ാമത്തെ വർഷമായി ഉപേക്ഷിച്ച് പോയിട്ടില്ല. അതുകൊണ്ട് എവിടെയോ മനസ്സിൽ അതൊരു വലിയ സൗഭാഗ്യമാണ്. എൻ്റെ ഒരു വലിയ സൗഭാഗ്യം, എന്നെ സഹിക്കാൻ കഴിയുന്ന ഒരു സഹൃദയ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെയൊക്കെ വളരെ ചെറിയ സൗഭാഗ്യങ്ങൾ കൊണ്ടു നടക്കുന്ന, ഇതിലൊക്കെ അങ്ങേറ്റം സന്തോഷിക്കുന്ന, ഒരു പരാതിയും പരിഭവമില്ലാത്ത പരമതൃപ്തമായ ജീവിതമാണ് 65ൻ്റെ പടിയിലെത്തി നിൽക്കുന്ന എൻ്റെ ജീവിതം. ഉറപ്പിച്ച് പറയാം, പരമതൃപ്തമാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിതം. ഇതുവരെ കിട്ടാത്തതിലൊരു പരിഭവമില്ല, കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അതുകൊണ്ട് അച്ഛന് വേണ്ടി ഒരു കവിത ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. അച്ഛൻ എന്ന പേരിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. രാത്രിയാവുന്നു ജീവൻ പിടയ്ക്കുമീ നേർത്ത നൂലിഴ പൊട്ടാതിരിക്കുവാൻ കാത്തിരിപ്പു ഞാൻ ഡ്രിപ്പിലെറ്റും കാലതീർത്ഥമാകുന്നു ജന്മസഞ്ജീവനം. അച്ഛൻ ആശുപത്രിയിൽ കിടന്ന സമയത്ത് എഴുതിയതാണ്. രാത്രിയാവുന്നു ജീവൻ പിടയ്ക്കുമീ നേർത്ത നൂലിഴ പൊട്ടാതിരിക്കുവാൻ കാത്തിരിപ്പു ഞാൻ ഡ്രിപ്പിലെറ്റും കാലതീർത്ഥമാകുന്നു ജന്മസഞ്ജീവനം. ഇത്ര സാവധാനം ജീവകോശത്തിൽ ഇറ്റുവീഴുന്ന ദൈവകാരുണ്യമേ, നിർത്തുവാനരുതാത്ത തുടർച്ച തൻ അർത്ഥമെന്തെന്നറിഞ്ഞവനല്ല ഞാൻ. ഇത്ര സാവധാനം ജീവകോശത്തിലിറ്റു വീഴുന്ന ദൈവകാരുണ്യമേ, നിർത്തുവാനരുതാത്ത തുടർച്ച തൻ അർത്ഥമെന്തെന്നറിഞ്ഞവനല്ല ഞാൻ. എങ്കിലും മുളവിത്തിനെ എന്ന പോൽ, വിത്ത് വൃക്ഷത്തെ എന്ന പോൽ, പിന്നെയും പുത്രനാമിവൻ ത്രാണനം ചെയ്യുകയാണച്ഛനെന്നൊരു ജൈവസത്യത്തിനെ അച്ഛൻ ഓർമ്മതൻ പിന്നാമ്പുറങ്ങളിൽ ഒച്ചയില്ലാതെ മെല്ലെ ചിരിച്ചുകൊണ്ടുച്ച കത്തുന്ന പാടവരമ്പിലൂടെത്തും ഏതോ കഴിഞ്ഞ കാലങ്ങളിൽ. കുട്ടിയാവുന്നു ഞാൻ കിനാക്കാറ്റത്ത് പട്ടമുണ്ടാക്കുവാൻ ചെന്ന് കൊഞ്ചുന്നു. അച്ഛനപ്പോൾ മറഞ്ഞുപോയി വിണ്ണിലെ തൃഷ്ണതൻ മോഹമായ വനങ്ങളിൽ. പിന്നെ പേക്കിനാവിൻ പാതിരാത്രിയിൽ എണ്ണിയാലൊടുങ്ങാത്ത ജന്മങ്ങളിൽ എന്നെ ആരോ പിടിച്ചു നടത്തുന്നു മുന്നിലെ. അപ്പോളിൽ അച്ഛൻ്റെ കൈവിരൽ. അച്ഛൻ ഓണത്തലേന്ന് നിലാവത്ത് കൊച്ചു പൂക്കളം തീർത്തു ഞാൻ കാക്കവേ. ഓണമാദേവർ വന്നെത്തി പാതിരാപ്പാണനാരും പിരിഞ്ഞു പോയിട്ടാണ് ചുട്ടുകറ്റ മിന്നിച്ചു വന്നെത്തുന്നു. ചിട്ടിതൻ പുതുകുപ്പായമേകുന്നു. അച്ഛനപ്പോൾ ചിരിച്ച കണ്ണീരിൽ അന്നെത്രയുത്രാടപ്പാച്ചിലിൻ നോവുകൾ. അച്ഛനപ്പോൾ ചിരിച്ച കണ്ണീരിൽ അന്നെത്രയുത്രാടപ്പാച്ചിലിൻ നോവുകൾ.
നേതി നേതി എന്നാത്മധർമ്മങ്ങളെ തേടും എൻ പിതൃയാന പുണ്യത്തിലും ഏത് പുന്നാമമാം നരകങ്ങളിൽ കാലപാശമറുക്കുന്നു മൂഷികർ. അച്ഛനപ്പോൾ മിഴികൾ തുറക്കുന്നു, സ്വച്ഛമായി ഒന്നു മെല്ലെ ചിരിക്കുന്നു. ആശുപത്രിയിൽ നേരം പുലർന്നുവെന്ന് ആത്മശുദ്ധി തൻ വെൺപിറാവെത്തുന്നു. അച്ഛനപ്പോൾ മിഴികൾ തുറക്കുന്നു, സ്വച്ഛമായൊന്നു മെല്ലെ ചിരിക്കുന്നു. ആശുപത്രിയിൽ നേരം പുലർന്നുവെന്ന് ആത്മശുദ്ധി തൻ വെൺപിറാവെത്തുന്നു. ഞാൻ കൈപിടിച്ച് നിൽക്കെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച് അച്ഛൻ കണ്ണടച്ചു. നമസ്കാരം.